നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കോളിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ തനയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ ഗ്രീൻസ് ആണ്, കണ്ണൂർ ഗ്രീൻസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രഭാതത്തിലൊക്കെ ഗ്രീൻസ് ആണ്, പ്രഭാതത്തിലൊക്കെ ഗ്രീൻസ് അല്ല. അതായത് നമ്മൾ തലശ്ശേരിയുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ചുറ്റുപാടും ഒരുപാട് ഐറ്റമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സൗന്ദര്യവർദ്ധന വസ്തുക്കളുണ്ട്, ക്രോക്കറി ഐറ്റംസ് ഉണ്ട്, ടൈം പാസിനായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവമൊക്കെയാണ്. എല്ലാത്തിനും വിലക്കുറവൊക്കെ ഉണ്ട്. അതായത് പിന്നെ ബുധൻ ശനി ദിവസങ്ങളിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ഒക്കെ ആയിട്ട് പല ദിവസങ്ങളിലായിട്ട് പല പ്രൊഡക്റ്റിന് ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി വന്ന് വാങ്ങുക എന്നുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഗ്രീൻസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സ്ഥിരം കസ്റ്റമേഴ്സിന് ഓൾറെഡി അവരുടെ നമ്പർ ഇവിടെ ഉണ്ടാവും. ആ നമ്പറിലേക്ക് മെസ്സേജ് വരും ഓരോ ദിവസവും. ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ പ്രൊഡക്റ്റിന് എത്ര ശതമാനം ഓഫറിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യം, അത് എത്ര ടൈമാണ്, എത്ര മണിക്കൂറാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മെസ്സേജിലൂടെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരിക, പർച്ചേസ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ആരംഭിക്കുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കോളിയുടെ അധ്യായം. ഒരു ടീം നമുക്ക് വേറെ ചോദിക്കാം. ബിസ്ക്കറ്റ് പല രീതിയിലുണ്ട്. പണ്ട് കാലങ്ങളിൽ നമുക്ക് എയറോ റൂട്ട് ബിസ്ക്കറ്റ് നമ്മുടെ റൗണ്ടായിട്ട് കുത്തുള്ള ബിസ്ക്കറ്റൊക്കെയാണ്. പക്ഷേ ഇപ്പം ക്രീംസ് വന്നിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ ബിസ്ക്കറ്റ് 2020 ആണ്. ഇപ്പം നിങ്ങൾ ക്രിക്കറ്റ് കളിയാണോന്നോ? ക്രിക്കറ്റ് കളിയല്ല, ഇത് ബിസ്ക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. 2020 ബിസ്ക്കറ്റാണ്. ഓക്കെ, സാറിൻ്റെ പേര് എങ്ങനെയാണ്? സുജിത്തായിട്ട് സ്ഥലം? ഞാൻ കോലാരി അമ്പലത്തിലുണ്ട്. കൊളശ്ശേരി കോമത്തുംപാറ അമ്പലത്തിൻ്റെ പേര് കോലാരി അമ്പലം. അവിടെ എപ്പോഴാണ് ഉത്സവം, ആഘോഷം എപ്പോഴാണ്? നവമിക്കാണ്. 9 ദിവസം ഉണ്ടാവും. അല്ലാതെ അവിടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷം എപ്പോഴാണ്? എന്താണ് അവിടുത്തെ ഒരു പ്രതിഷ്ഠ? എന്താ അവിടെ? ദേവി തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഉണ്ട്. എല്ലാ ദിവസവും അമ്പലത്തേക്ക് പോകാറുണ്ടോ? തൊട്ടടുത്താകുമ്പോൾ ഇപ്പം രാവിലെ തന്നെ നമുക്ക് ഈ ഭക്തിഗാനൊക്കെ കേൾക്കാറുണ്ടോ? അമ്പലത്തിൽ വെക്കാറുണ്ടോ? അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ അല്ലേ? കാരണം രാവിലെ പുലരുന്ന സമയത്ത് ഭക്തിഗാനം കേട്ട് ഉണരുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സംഭവം, ഒരു ബോഡിക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് അമ്പലത്തിലായി കഴിഞ്ഞാലും പള്ളിയിലായി കഴിഞ്ഞാലും ദേവാലയത്തിലായാലും മണിമുട്ടന്ന് ആയി കഴിഞ്ഞാലും ബാങ്കുകൂടി ആയാലും പ്രാർത്ഥന എന്തായി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സംഭവമാണ്. ഓക്കെ, ജോലി എന്താ ചെയ്യുന്നത്? കോൺട്രാക്ടറാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഏരിയയില്ല? കോൺട്രാക്ട് ഏത് ബിൽഡിംഗ് കോൺട്രാക്ട് ആണോ? അങ്ങനെ പൈപ്പ് ലൈനിൻ്റെ ആണ്. ഓക്കെ, എത്ര ആൾക്കാരുണ്ട് കൂടെ പണിക്ക്? നമ്മൾ 30-30 അത് മലയാളീസ് എത്ര പേരുണ്ട്? ബംഗാളീസ് എത്ര പേരുണ്ട്? മലയാളീസ് കുറവാ. തമിഴ്നാടാണോ ബംഗാളിയാണോ? തമിഴ്നാട്. ഈ ബംഗാളീസ് ഉണ്ടോ കൂടെ? ഇല്ല. ഈ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മലയാളം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കൂടുതലും തമിഴ്നാട്ടുകാരായിരിക്കും. നമ്മുടെ ഭാഷയായിട്ട് ഒരുപാട് അടുത്തുള്ള സംഭവം. അവരൊക്കെ അടിപൊളി ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അവർക്ക് നമ്മുടെ നാടൻ നമ്മുടെ കേരള ഫുഡാണോ കൊടുക്കുന്നത്? അവരുടേതായിട്ടുള്ള ഫുഡാണോ? അവർക്ക് ശരിയാവില്ല. അവർക്ക് അവരുടെ ശൈലിയുണ്ട് അല്ലേ? മേഡത്തിന്റെ പേര്? സിബിന. മേഡം എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. പുള്ളിക്കാരനെ ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് നേരെ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നാണോ? എങ്ങനെയാ? ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, വേറൊരു സ്ഥലത്ത് പോയിട്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ? മോർണിംഗ് എത്ര മണിക്ക് ഇറങ്ങിയ വീട്ടിൽ നിന്ന്? 10:10 ഇറങ്ങി. ഫോണെടുക്കാൻ പോയി, ഇവിടെ വന്നു. ഇനി പർച്ചേസിംഗ് നേരെ വീട്ടിലോട്ട് പോകും. സന്തോഷം. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനം. 2020 ബിസ്ക്കറ്റാണ്. ആർക്ക് കഴിക്കാനാണ്? മകൾക്ക്. മോളുടെ പേരെന്താ? വാമിക. എത്ര കുട്ടികളാ? ഒരാൾ. വാമിക ഇപ്പം പഠിക്കുന്ന എവിടെ? അംഗൻവാടിയിലാണ്. ഓക്കെ, 3.5 വയസ്സായിട്ടുള്ളൂ. വാമികയെ അംഗൻവാടിയിൽ കൊണ്ടുചെന്ന് വിടുന്നത് ആരാ? എൻ്റെ അമ്മയാണ് കൊണ്ടുവിടുന്നത്. കുട്ടി കൊണ്ടുവരുന്നതും അമ്മ. എന്തറിയോ, ഈ പ്രായം ഉള്ള ആൾക്കാർ കൊച്ചു കുട്ടികളും ഒരുപോലെയാണ്. കാരണം നമ്മൾ ഇടത്തിലുള്ള പ്രായമുള്ള ആൾക്കാർ അവരുടെ രണ്ടുപേരും മനസ്സ് ഭയങ്കര കുട്ടിത്വം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചോദ്യം, അതായത് ഞാനിപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു. അതേ ചോദ്യം ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിച്ചു. 3 തവണ ഞാൻ ഒരേ ചോദ്യം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തരുന്ന ഉത്തരം വ്യത്യസ്തമാണ്. എങ്കിൽ എൻ്റെ ചോദ്യം എന്താണ്? ഒന്നൊന്നര ചോദ്യം പോയി. അപ്പോൾ സന്തോഷം സാർ, കാണാം. താങ്ക് യു മേഡം. ഓക്കെ, ശരി. ഇതെന്താ സാധനം സാർ എടുത്തത്? അരിയാണോ? എന്തരിയത്? കൈമ. ഈ കൈമ അരിയുടെ പ്രത്യേകത സാറേ? ബിരിയാണി വെക്കുന്നതാണ്. അപ്പൊ എല്ലാം ബിരിയാണി പരിപാടി. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഖാദർ. ഖാദർക്കയുടെ സ്ഥലം? എൻ്റെ പേര്
വീട് വീട് കുഞ്ഞിപ്പള്ളി. കുഞ്ഞിപ്പള്ളി. അപ്പൊ ഇവിടെ തന്നെയാണ് കുഞ്ഞിപ്പള്ളി. അപ്പൊ കാതർക്ക് എന്തായാലും ജോലി എന്തായിരുന്നു? ഫോട്ടോ വരില്ലല്ലേ? പിന്നെ ജോലി എന്തായിരുന്നു അവർക്ക്? ജോലിയൊന്നുമില്ല. ഒന്നുമില്ല. വിദേശം ഉണ്ടായിരുന്നു ജോലിയുണ്ടാ? അല്ലെങ്കിൽ ജോലി അല്ല വിദേശം ഉണ്ടായിരുന്നു. ജോലി ഉണ്ടെങ്കിൽ വിദേശമായിരുന്നോ? ആയിരുന്നു. ആയിരുന്നു. ഇപ്പം നാട്ടിൽ തന്നെ. ഓക്കെ. വിദേശം എവിടെയായിരുന്നു? എത്ര വർഷം ഉണ്ടായിരുന്നു? ദുബായ്. ദുബായ് എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? ദുബായ് 20 years. 20 വർഷം മുന്നേ ഉള്ള ദുബായും ഇപ്പം സാർ ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ള ദുബായും തമ്മിലൊരു വ്യത്യാസം എന്താ അവിടെ? ദുബായിൽ അവിടെയാ അവിടെ അവിടെ പോയിട്ടില്ലല്ലോ. അല്ല 20 വർഷം മുന്നേ പോലുള്ള സംഭവത്തിനാണ് ഇപ്പോൾ ഉള്ളത്. അല്ല അതെല്ലാം മാറ്റം വരുമല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ട്? 20 വർഷം മുന്നേ നാടും ഇപ്പോൾ നാടും തമ്മിൽ 5 ഗജാന്തര വ്യത്യാസമാണോ? ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഒരു ചെറിയ ചോദ്യം ഉത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്. ചോദ്യം, ഞാനിപ്പോൾ ചേട്ടനോടൊരു ചോദ്യം ചോദിച്ചു, ചേട്ടനൊരു ഉത്തരം തന്നു. വീണ്ടും ഞാൻ അതേ ചോദ്യം ചോദിച്ചു, വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. ഞാൻ 3 തവണ ചോദിച്ച ചോദ്യം ഒന്നാണ്, പക്ഷേ ചേട്ടൻ തന്ന ഉത്തരം വ്യത്യസ്തമാണ്. എങ്കിൽ എന്താണ് എൻ്റെ ചോദ്യം? നിങ്ങൾ ആദ്യം ചോദിച്ചതന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരേ ചോദ്യം 3 തവണ ചോദിച്ചു, പക്ഷേ ചേട്ടൻ പറഞ്ഞ ഉത്തരം 3 ഞാൻ ചോദിച്ച ചോദ്യം ഒറ്റൊന്നാണ്. എങ്കിൽ എന്താണ് എൻ്റെ ചോദ്യം? ഞാൻ പറയാം. എന്താ പറയാ? നിങ്ങൾ 3 പ്രാവശ്യം ചോദിച്ചാൽ അതന്നെ ഞാൻ പറഞ്ഞു. സന്തോഷം. ചോദിച്ചിട്ട് ഒന്നൊന്നുമില്ല. യെസ്. അപ്പോൾ കാണാം. ഓക്കെ. ഇല്ല. നമസ്കാരം. പേര്? സന്ദീപ്. സന്ദീപ്. എവിടെ സ്ഥലം? ഇരട്ടിയാണ്. ഇരിട്ടിയിൽ എവിടെയാ? പുന്നാട്. പുന്നാട്. മേത്തലെ പുന്നാടുണ്ട്, താഴെ പുന്നാടുണ്ട്. അതിൽ മേത്തലെ പുന്നാട്. ഈ മേത്തലെ പുന്നാടും താഴത്തെ പുന്നാടും തമ്മിൽ വ്യത്യാസം എന്താ? ഒന്ന് മേത്തലും താഴെ നിന്നാണോ? അതന്നെ. ഒന്ന് കുറച്ച് മുകളിലോട്ടാണ്. താഴോട്ടാണ്. അപ്പോൾ നിങ്ങൾ മേലെ പുന്നാടാണോ? മുകളിൽ പുന്നാട്. ഇപ്പോൾ ജോലി എന്താണ്? എക്സൈസിൽ വർക്ക് ചെയ്യുന്നു. എക്സൈസ്. എവിടെ? ഇരിട്ടിയിലാണ്. പിന്നെ ഡ്യൂട്ടി? കോടതി ഡ്യൂട്ടിയാണ്. കോടതി ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അടുത്ത പ്രോസസ്സ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ എക്സൈസിൻ്റെ മൊത്തം ഡ്യൂട്ടി സെക്ഷൻ, പിന്നെ നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ടൈമൊക്കെ എത്ര മണിയാണ് ശരിക്കും? നമ്മളങ്ങനെ ഒരു ഡ്യൂട്ടി ടൈം നിലവിൽ ഇല്ല. അതായത് രാവിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേസ് അന്വേഷിക്കും, അപ്പോൾ അതിനനുസരിച്ച് കണ്ടുപിടിക്കുക, ആക്കുക. റെസ്റ്റ് മാത്രമേ ഉള്ളൂ. റെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ശരിക്കും നമ്മളിപ്പം ഈ പിന്നെ എക്സൈസിൻ്റെ ആയതുകൊണ്ട് നോക്കിയാണ് ഈ മദ്യമൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതല്ലേ? എല്ലാം മദ്യം, മയക്കുമരുന്നൊക്കെ. നമ്മളിപ്പം സിവിലിൽ നിന്ന് ബീവറേജിൽ നിന്ന് ബില്ല് കൊടുത്ത് വാങ്ങി മദ്യമാണെങ്കിൽ എത്ര ലിറ്റർ വരെ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ പറ്റും? ശരി, 3 ലിറ്റർ വരെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. അത് നമ്മൾ കേരളത്തിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ, അത് സംസ്ഥാനത്തിൻ്റെ ആകുമ്പം ഒട്ടും ആവില്ല. ഒറ്റ കൊണ്ടുവരുന്നത് പിടിക്കുന്നത്. അത് 1 ലിറ്റർ ഒന്നും വേണ്ട. ചെറിയ എത്ര ക്വാണ്ടിറ്റി ആണോ ഉണ്ടെങ്കിലും കേസെടുക്കാം. ഈ അതുപോലെ തന്നെ മയക്കുമരുന്നുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ MDMA സംഭവമൊക്കെയാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏത് പ്രായക്കാരാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ കേസ് പിടിക്കപ്പെടുന്നതൊക്കെ ഏറ്റവും കൂടുതൽ 25 വയസ്സിന് താഴെയുള്ളവരാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തുകൊണ്ട് അവരിങ്ങനെ ഈ ഒരു സംഭവത്തിലേക്ക് പോകുന്നത് കൂടുതലായിട്ട്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇവർ ആക്ടിവിറ്റി ഒന്നും നടക്കാണ്ടിരിക്കും. ഇപ്പോൾ സ്പോർട്സിലുള്ളവർ ആ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊന്ന് തളരുമ്പോൾ അവരൊപ്പം ഉള്ളവർ ചില സമയം ഇങ്ങനെ തളർച്ച മാറാനാണെങ്കിലൊരു സംഭവം ഉണ്ടെന്ന് പറയും. അത് ഈ രീതിയിലേക്ക് പോവാം. പിന്നെ വേറൊരു വഴി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ കുട്ടികൾ ചില സമയം സംസാരിക്കുന്നതിന് ഇതിനെക്കുറിച്ചാകുമ്പോൾ ഇതുപോലെ അട്രാക്ഷൻ വരുന്ന രീതിയിൽ സംസാരിച്ച് എടുക്കും ഇത് ഉപയോഗിക്കുന്നവർ. പിന്നെ പൈസ എന്ന് പറയുന്നത്, അതായത് ഇപ്പം പോക്കറ്റ് മണി അച്ഛനോട് ചോദിക്കും, അമ്മയോട് ചോദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടി പോലെയാണ് പലർക്കും. പക്ഷേങ്കിൽ അത് ചോദിച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യും. പക്ഷേങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എന്തെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും പെടുമ്പോൾ മാത്രമായിരിക്കും പിന്നെ അവർ പറയാം, അയ്യോ അമ്മയോട് പറയല്ലേ, അച്ഛനോട് പറയല്ലേ എന്ന് പറയാം. കാരണം വെച്ചാൽ അവരൊന്നും അറിയുന്നുണ്ടാവില്ല. കുട്ടി ഒരു സിഗരറ്റ് വലിക്കുന്ന പോലും അറിയാത്ത ഒരുപാട് പേരൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ടും പേരൻസ് അത് ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു എക്സൈസ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ കുട്ടി ഉണ്ടാകുമ്പോൾ അവിടുന്ന് വിളിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ബോധം ഉണ്ടാവും. അത്ര വരെ നമ്മളിപ്പോൾ വിമുക്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാ സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തിരിയുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് കുട്ടി എക്സൈസ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ഫോൺ വരുമ്പോഴും ഇവരെല്ലാം പഠിക്കുക. അത്ര വരെ എൻ്റെ കുട്ടി സൂപ്പർ, അങ്ങനെ എനിക്ക് ചിന്തിക്കുക. സന്തോഷമുണ്ട്. കാരണം ഒറ്റ കാര്യം, നമ്മൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ നാം വളർത്തിയെടുത്ത് നമ്മുടെ രക്ഷിതാക്കൾ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതാണ്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിൻ്റെ ഭവിഷ്യത്തുണ്ടാകും. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നുള്ള സാധനങ്ങൾ പരമാവധി നല്ല ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്, അതിനെ പ്രേരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സാറേ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു, വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു കുസി ചോദ്യമാണ്.
ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം. ഇപ്പം ഞാൻ സാറിനോട് 3-4 ചോദ്യം ചോദിച്ചു. സാറ് ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് എനിക്ക് ഉത്തരം തന്നു. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഞാനൊരു സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു, വീണ്ടും അതേ ചോദ്യം ചോദിച്ചു, വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. ഒരേ ചോദ്യം ഞാൻ 3 തവണ ചോദിച്ചപ്പോഴും സാറ് തന്ന ഉത്തരം 3 എങ്കിൽ എന്താണ് എൻ്റെ ചോദ്യം? അല്ലെങ്കിൽ 1+1, അല്ലെങ്കിൽ 1+1, അല്ല 1+2, അല്ലെ 1+1+1, അല്ലെ 2+1, 3. ഇത് കണക്കുമായിട്ടൊന്നും ബന്ധമില്ല. അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ല, 3 അങ്ങനല്ല. അതായത് 3-4 തവണ ഞാനിപ്പോൾ ഒരു 3-4 തവണ ഒരേ ചോദ്യം സാറോട് ചോദിച്ചു. പക്ഷേ സാറ് എനിക്ക് ഞാൻ ചോദിച്ചെല്ലാം ഒരേ ചോദ്യമാണ്. 4 തവണ ചോദിച്ച ചോദ്യം ഒന്നാണ്. പക്ഷേ സാറ് എനിക്ക് തന്ന ഉത്തരം 4 തവണ ചോദിച്ചപ്പോഴും 4 ഉത്തരമാണ്. എങ്കിൽ എന്താണ് എൻ്റെ ചോദ്യം? തെറ്റായ ചോദ്യമാണോ നിങ്ങൾ ചോദിച്ചത്? അല്ല, ശരിയായ ചോദ്യം. ശരിയായ ചോദ്യം ചോദിച്ചത്. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഒരേ ചോദ്യമാണ് 4 തവണയും ചോദിച്ചത്. 4 തവണയും ചോദിച്ചു. അപ്പോൾ സാറ് തന്ന ഉത്തരം 4-ഉം 4 എങ്കിൽ എന്താണ് എൻ്റെ ചോദ്യം? നിങ്ങളെ വയസ്സെത്രയാണോ? എന്തായാലും വളരെ സന്തോഷം ഇത്രയും കാര്യം പറഞ്ഞത്. താങ്ക് യു സർ, താങ്ക് യു. ഷോക്കേസ്. അപ്പം ഒരു കൂടി പറയാണ്, മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും അതിനെ പ്രേരിപ്പിക്കുന്നതും തെറ്റായ കാര്യമാണ്. ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മുടെ രക്ഷിതാക്കളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് സാർ പറഞ്ഞ ഓരോ പോയിന്റ് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ അടുത്താട് ചോദിക്കാം, വാ. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവർക്ക് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പേര്? അഞ്ചിമ. എവിടെ സ്ഥലം? ഇമ എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പം 5 കണ്ണ് എന്നാണ് അഞ്ചിമ എന്നുള്ളതിൻ്റെ അർത്ഥം. വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? ഓക്കെ. താമസിക്കുന്ന എവിടെയാ? ഇല്ലിക്കുന്ന് ജംഗ്ഷൻ. അതെവിടെ ഇല്ലിക്കുന്ന് ജംഗ്ഷൻ എവിടെയാണ്? കൊടുവള്ളി കഴിഞ്ഞിട്ടാണ് ഈ ഇല്ലിക്കൊമ്പ് ജംഗ്ഷൻ. ഇല്ലിക്കുന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്? ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ ഇല്ലിക്കുന്ന്. അങ്ങനെ എന്താ അറിയില്ല. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗുണ്ടമംഗളം. ജോലി എന്തെങ്കിലും? ഇല്ല, ബി.എഡ് കഴിഞ്ഞു. ഓക്കെ. പേര്? അഞ്ജന. ഇവിടെ അഞ്ചിമ, ഇവിടെ അഞ്ജന. അപ്പോൾ ആര് നിങ്ങളുടെ ഫ്രണ്ട്സാണ്? കണ്ടറിയോ, ഈ ദൈവത്തിൻ്റെ ഓരോ കളിയുണ്ട്. നമ്മൾ ഈ ഫ്രണ്ട്സായിട്ട് കിട്ടുന്ന ചില ആൾക്കാർക്ക് അപൂർവ സംഭവമാണ്. ഏതാണ്ട് ഒരേ പേരിൻ്റെ അടുത്ത് നിൽക്കുന്ന സംഭവമാണ്. അഞ്ചിമ അഞ്ജന, അഞ്ജന അഞ്ചിമ. അഞ്ചു എന്ന് വിളിച്ചാൽ രണ്ടാൾ പിന്നെ വിളിയേക്കേണ്ടി വരും. ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ. സ്വന്തം സ്ഥലം എവിടെ? നിങ്ങളുടെ ധർമ്മടം തുരുത്ത്, ധർമ്മടം ബീച്ച്. ബീച്ചിന്റെ കുറച്ച് ബീച്ച് റോഡാണ്, ബീച്ചല്ല. അപ്പം തുരുത്തിലൊക്കെ പോയിട്ടുണ്ടോ? ധർമ്മടം അവിടെ എങ്ങനെ പോകുന്നത്? നടന്നിട്ട് പോകാലോ. കൃത്യമായിട്ട് വഴിയുണ്ടോ അതിൽ തുരുത്തിലേക്ക് പോകാൻ വേണ്ടി? റോഡും ഉണ്ട്, ബീച്ച് റോഡ് ഉണ്ടല്ലോ. ഇപ്പൊ നന്നായിട്ട് ടൂറിസം ഒക്കെ ഡെവലപ്പ് ആയല്ലോ. എന്താ ചെയ്യുന്നത് നിങ്ങൾ? പഠിക്കുകയാണോ, വർക്ക് ചെയ്യണോ? ബി.എഡ് കഴിഞ്ഞു രണ്ടുപേരും. അപ്പോൾ ഇന്ന് എന്താ പരിപാടി? ജസ്റ്റ് ഒരു ഔട്ടിംഗ് വന്നാണ്. വല്ല മൂവീസ് വല്ലതും കാണാൻ പ്ലാനിംഗ് ഉണ്ടോ? കഫേയിലൊക്കെ പോയി എൻജോയ് ചെയ്യുന്നു. കോഫിയൊക്കെ കഴിച്ച്. അപ്പോൾ ഏത് ഫ്ലേവറുള്ള കോഫിയാണ് കഴിക്കാൻ താല്പര്യം? ക്യാപ്പച്ചിനോ ഇഷ്ടമാണ്. നിങ്ങൾക്ക്? എനിക്ക് നോർമൽ കോഫിയാണ്. ശരി. അപ്പോൾ ഇന്നൊന്നും ഇവിടെ വന്നിട്ടൊന്നും കഴിച്ചില്ല? കഴിച്ചിട്ട് വരികയാണ്. പുറത്ത് കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആരാ പറഞ്ഞു ഇന്ന് പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുന്നത്? നിങ്ങൾ രണ്ടുപേരിൽ അഞ്ചിമയാണോ അഞ്ജനയാണോ പറഞ്ഞത്? ജസ്റ്റ് ഓരോ ഡേയ്സിൽ വന്നിട്ട് ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് പോകാറുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ രണ്ടുപേരാണ്. മൂന്നാമതൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കും ചൂസ് ചെയ്യുക? അടുത്ത നിങ്ങളുടെ കുറേ ആൾക്കാരുണ്ട്. യെസ്. അപ്പം ആ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷണം അറിയിക്കുക. വളരെ ചെറിയ ചോദ്യം. റെഡി? 1 2 3 സ്റ്റാർട്ട്. റെഡി? അതായത് ഞാനൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഉത്തരം തന്നു. അതേ ചോദ്യം ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിച്ചു, അതേ ചോദ്യം വീണ്ടും ചോദിച്ചു. ഒരു 5 തവണ ഞാൻ നിങ്ങളോട് ഒരേ ചോദ്യം ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നത് 5 തവണയും വ്യത്യസ്തമായ ഉത്തരവാണ്. എങ്കിൽ എന്താണ് എൻ്റെ ചോദ്യം എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ക്ലൂ ഉണ്ട്. സിമ്പിളാണ്. സിമ്പിൾ ഉത്തരം. ഞാൻ ഇപ്പം ചോദിച്ചിട്ട് നിങ്ങൾ തന്ന ഉത്തരമല്ല വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ തരുന്നത്. 10 തവണ അതേ ചോദ്യം ചോദിച്ചു. പക്ഷേ നിങ്ങൾ എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ അതല്ല. 10 തവണ ഞാൻ ഒരേ ചോദ്യം ചോദിച്ചു. 10 തവണ നിങ്ങൾ തന്നത് വ്യത്യസ്ത ഉത്തരമാണ്. സമയം മാറിക്കൊണ്ടിരിക്കല്ലോ. ഓരോ സെക്കൻഡിൽ സമയം മാറിക്കൊണ്ടിരിക്കല്ലോ. അപ്പോൾ 10 തവണ ചോദിച്ചാലും വേറെ വേറെ സമയമായിരിക്കല്ലോ പറയാം. ഉദാഹരണം ക്ലൂ. ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സമയം പിന്നെ 2:50. 2:51. മാറിയല്ലോ. അപ്പോൾ മാറിയല്ലോ. 10 തവണ ഞാൻ ചോദിക്കുന്നത് മാറുമല്ലോ. ഉറപ്പിക്കണോ? അത് കറക്റ്റ് ഉത്തരമാണ്. അഞ്ചിമ ആൻഡ് അഞ്ജന രണ്ടുപേരും കൂട്ടുകാരാണ്. നിങ്ങൾ പരിചയപ്പെട്ട എത്ര വർഷമായി? ചെറുതിൽ LKGs ഒരുമിച്ചാണ്. KG ക്ലാസ്സിൽ ഒരുമിച്ചാണ്. സ്കൂളിൽ പഠിക്കുന്ന LKG മുതൽ ഫ്രണ്ട്സാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടുപേരും കൂടി. പക്ഷെ നിങ്ങൾ ഒരാൾ ധർമ്മടത്താണ്, ഒരാൾ അത് കുഴപ്പമില്ല.
അത്ര സമയമുള്ളൂ, നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ആ. നടക്കണത് ഇപ്പം എങ്ങനെ വന്നത്? പിന്നെ ടൂ വീലറാണ് എങ്ങനെ വന്നത്? ബസ്സിൽ വന്നു. ബസ്സിനാണ് വന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തോ? ടൂ വീലറാണോ ഫോർ വീലറാണോ? ടൂ വീലർ രണ്ടുപേർക്കും ഇല്ല എനിക്കില്ല. ഇല്ല, നിങ്ങൾ എടുക്കും. ഓക്കെ. ഡ്രൈവ് ചെയ്തിട്ട് ഏറ്റവും ദൂരം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാണ്? ഗ്രീസിൽ ഡ്രൈവ് ചെയ്തിട്ടല്ല, ഫ്ലൈറ്റിൽ ഗ്രീസിലൊക്കെ പോകണം. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത? അവിടെ പോകുന്നത് ഒരുപാട് വേറെയും കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ. അല്ല, അവിടെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ചും കൂടി സൈലൻസ് പ്ലേസ് ആണ്, അതുകൊണ്ട് പോകണമെന്നുണ്ട്. സൈലൻസ് പ്ലേസിലാണ് പോകുന്നത് ഇഷ്ടം. ഇല്ല, അവിടെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അവിടെ ഒരു സെറട്ടോണി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോകണം. അതൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ ഇങ്ങനെ ഈ സ്ഥലത്തിന്റെ പേരൊക്കെ? ഇൻസ്റ്റ യൂട്യൂബ് എന്നുള്ള ചങ്ങായി ഇല്ലാത്ത രക്ഷയില് നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിനെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്യും, കൂടുതൽ അതിനെ പറ്റി നോക്കുമല്ലോ. പിന്നെ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. കുറേ ട്രാവൽ ബ്ലോഗേഴ്സ് ഉണ്ട്. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ എന്തായാലും നമ്മൾ കാണുന്ന സാധനങ്ങൾ. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ പോകണമെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ടൈപ്പ് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ നിങ്ങൾക്ക് പോയാൽ ഫ്രൻസിനോട് പറയാറുണ്ട്. നമ്മൾ ഇപ്പൊ അടുത്ത് ഏതെങ്കിലും ഫ്രണ്ട്സോട് പറഞ്ഞ സ്ഥലം ഏതാ? എല്ലാവരും കൂടി ട്രിച്ചി, കോയമ്പത്തൂർ. എത്ര പേര് നിങ്ങൾ? നമ്മളൊരു 4 ആള്. ബാക്കി രണ്ടാളുടെ പേര് കൂടി ഒന്ന് പറഞ്ഞോളൂ. വർഷ, സ്നേഹ. സ്നേഹ. അവരുടെ സ്ഥലം എവിടെയാ? വർഷന്റെ വീട് കൊടിയേരി, സ്നേഹന്റെ വീടും മാടപ്പടി. നിങ്ങൾ 4 പേര് എത്ര ദിവസം പരിപാടിയായിരുന്നു? 3 days. 3 days അടിച്ചു പൊളിച്ചിട്ട് വന്നു. ഫുഡൊക്കെ എങ്ങനെ അവിടുത്തെ? നല്ലതാണ്. വെജിറ്റേറിയനും ഉണ്ട്, നോൺ വെജ് ഒക്കെ. ഏറ്റവും ഇഷ്ടം നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ആണോ? നോൺ വെജ്. നോൺ വെജ് ആണ്. നോൺ വെജിൽ ഫിഷ് ആണോ അല്ലെങ്കിൽ മറ്റേ മീറ്റ്സ് ആണോ? നമ്മുടെ തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ദം ബിരിയാണി. തലശ്ശേരി ദം ബിരിയാണി, കോഴിക്കോടൻ അലുവ, വടകര മുറുക്ക്, അങ്ങനെയൊക്കെയില്ല ഒരു സംഭവം. നമുക്ക് തലശ്ശേരി ബിരിയാണിയാണ്. ഓക്കെ, അതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞ വ്യക്തികൾക്കുള്ള സമ്മാന ചോദ്യമായിരുന്നു. അതായത് ഞാൻ ഒരേ ചോദ്യം 10 തവണ ചോദിച്ചപ്പോൾ നിങ്ങൾ തന്ന ഉത്തരം 10 ആണ് എങ്കിൽ എന്താണ് എൻ്റെ ചോദ്യം എന്നുള്ളതാണ് ചോദ്യം. ഇതാണ്, സമയം എത്രയായി എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാനിപ്പം ചോദിച്ചപ്പം പറഞ്ഞു ഇതാ, അല്ലെങ്കിൽ പിന്നെ 2:50. ഞാൻ വീണ്ടും സമയത്ത് ചോദിച്ചു 2:52. വീണ്ടും ചോദിച്ചപ്പോൾ 3 മണി ആകാറായി, പിന്നെ 3 മണി കഴിഞ്ഞു, ഇതൊക്കെ പറയും. അതായത് ഏറ്റവും വേഗത്തിൽ പോകുന്ന സംഭവമാണ് സമയം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചോദിച്ചപ്പോൾ വ്യത്യസ്തമായ ഉത്തരം തരാൻ വേണ്ടി ഇവർ കാരണമായത്. അപ്പോൾ സമ്മാനം തരാൻ വേണ്ടി പോകുന്നു. റെഡി കൂടെ. കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം. രണ്ടുപേരും കൂടി പിടിച്ചോ. പിന്നെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓപ്പല്ലേ? ഹാപ്പി ആണല്ലോ? ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഓക്കെ, സമയം ആരെയും കാത്തു നിൽക്കില്ല. സമയം അതിവേഗം പോകും. മഴയായാലും വേനൽക്കാലമായാലും കൊറോണ കാലമായാലും രാത്രിയായാലും പകലായാലും സമയം നമ്മളെ കാത്തിരിക്കില്ല. അതുകൊണ്ട് സമയത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുക. സമയം വെറുതെ പാഴാക്കി കളയരുത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. അപ്പം ചിലർക്ക് എനിക്ക് തന്നെയാണ് പണി എന്നുള്ള കാര്യം. ഇതും ഒരു സമയം കളഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ചോദ്യങ്ങൾ പുതിയങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഏറ്റവും ചെറിയ വിലയിൽ ലോകോത്തര വേൾഡ് കമ്പനികളുടെ പ്രൊഡക്റ്റ് മാത്രം വിൽപ്പന ചെയ്യുന്ന ഷോറൂമാണ് ഇമേജ് എന്ന് പറയുന്നത്. എല്ലാം നല്ല ഗുഡ് സർവീസാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് വിലക്കുറവും ഗ്യാരണ്ടിയും പിന്നെ കൃത്യമായ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമേജിലേക്ക് വരിക, പർച്ചേസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഗ്രീൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഒരു കുടക്കയിലുണ്ട്. ഓരോ ദിവസങ്ങൾ, അതായത് ചൊവ്വാഴ്ച ആയിക്കഴിഞ്ഞാലും ബുധനാഴ്ച ആയിക്കഴിഞ്ഞാലും വെള്ളി ശനി പോലെയുള്ള ദിവസങ്ങളിൽ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ ഓഫറൊക്കെ ഉണ്ട്. ആ ഓഫറുകൾ ഏത് ദിവസം എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലെ മൊബൈലിലെ വാട്സപ്പിൻ്റെ നമ്പറിലേക്ക് മെസ്സേജൊക്കെ വരുന്ന കാര്യം കൂടി നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.